മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ ബസ് തലകീഴായി മറിഞ്ഞ ഒരാൾക്ക് ദാരുണാന്ത്യം. 20 പേർക്കാണ് പരിക്കേറ്റത്. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഡിവൈഡറിൽ തട്ടിമറിഞ്ഞ ബസ് പതിച്ചത് കാറിന് മുകളിലേക്കാണ്. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. റോഡിന്റെ വളവും ബസിന്റെ അമിത വേഗതയും കാലാവസ്ഥയുമാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കോഴിക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഡിവൈഡറിൽ ഇടിച്ച് നേരെ ആ ബസ് മറിയുകയാണ് ഉണ്ടായത്. ആ മറിയുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ബസ്സിന്റെ പല ഭാഗങ്ങളും ഛിന്ന ഭിന്നമാകുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. കിൻഫ്ര ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇറക്കമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ ഇറക്കം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ ഇറക്കം കഴിഞ്ഞ് നേരെ ഒരു ചെറിയ വളവാണ്. 3 ലൈനാണ് ഈ ഭാഗത്തുള്ളത്. ആ 3 ലൈനിൽ നിന്ന് നേരെ ഈ പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ 2 ലൈനായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇത്തരത്തിൽ 2 ലൈൻ ആകുമ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അമിത വേഗത്തിലാണ് ഈ സ്വകാര്യ ബസ് വന്നിരുന്നത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അയാളുടെ നിയന്ത്രണം വിട്ട് ആ ഭാഗത്താണ് ആദ്യം ഇടിക്കുന്നത്. രണ്ടാമത് അവിടെ നിന്ന് തെറ്റിയിട്ട് ഈ ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് വന്ന് ഈ ഡിവൈഡറിൽ തട്ടി വണ്ടി മറിയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ ഇവിടെ കുറ്റിപ്പുറത്തുണ്ട് എന്ന് പല തവണ ഞങ്ങൾ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും ഇവരിൽ ശ്രദ്ധിച്ചില്ല. ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കണേ. ഈ മരണപ്പാച്ചിൽ തന്നെയാണ് പ്രശ്നം. പിന്നെ ഹൈവേന്റെ ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഇപ്പൊ വർക്ക് കഴിഞ്ഞതിന് ശേഷം KNRCL തിരിഞ്ഞു നോക്കണില്ല. നേരെ ആ ഡിവൈഡറിലേക്ക് വന്ന് ഇടിക്കുകയും പിന്നീട് ഈ ഒരു ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. ആ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയുള്ളവയിലേക്ക് ഈ ബസ് നേരെ മറഞ്ഞുകൊണ്ട് കയറുകയായിരുന്നു. ആ ഒരു അപകട സമയത്ത് തന്നെ നേരെ ഈ ഒരു ബസ്സിന്റെ ബോഡി പാർട്സും അതുപോലെ തന്നെ അതിന്റെ ചേസും അത് രണ്ടായി വേർപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗത്താണ് ഈ ബസ് കിടന്നിരുന്നത്. ഒരാൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. PSC ടെസ്റ്റിന് പോയത് 5 ടെസ്റ്റിന് 5 പാടിയാണ് പോയത്. TV കൂടെയുള്ള ഈ പരിപാടി കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഇവൻ്റെ വിവരം അറിയുന്നത്. ഇവൻ്റെ 8 വരുമ്പോൾ ഒന്നിച്ചുള്ള ടൈൽ വർക്കറാണ്. വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഓനാ. 20-ലധികം ആളുകൾക്കാണ് ഈ ഒരു അപകടത്തിൽ ഗുരുതരമായി അതുപോലെ തന്നെ നിസാര പരിക്കുകളും ഒക്കെ തന്നെ ഉള്ളത്. ഈ മേഖലയിൽ സ്ഥിരമായി അപകടം നടക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശം 1/2 കിലോമീറ്റർ ദൂരം സ്ഥിരമായിട്ടൊരു അപകട ഏരിയയാണ്. 3 മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ അപകടം ഇപ്പോൾ ഏകദേശം 10ഓളം അപകടം ഇവിടെ നടന്നു കഴിഞ്ഞു. ഒന്ന് നല്ല മഴ ഉണ്ടായിരുന്നു, 2 അമിതമായ വേഗത, പിന്നെ ഈ പറഞ്ഞ ടേണിങ്. ഈ ടേണിങ് ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇവിടെ എൻട്രി പോയിന്റാണ്. എൻട്രി പോയിന്റിൽ വേണ്ട പോലെ സിഗ്നലിന്റെ കാര്യമൊന്നും സ്ഥാപിച്ചിട്ടില്ല. റെയിൽവേ മേൽപ്പാലത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. സ്വകാര്യ ബസ്സുകളുടെയും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളുടെയും ഒക്കെ തന്നെ എല്ലാ വാഹനങ്ങളുടെയും വേഗത അത് നിജപ്പെടുത്താനായുള്ളൊരു കാര്യം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴായി കാണുന്നതാണ്, പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിൽ. പിന്നെ ഇപ്പോൾ റോഡൊക്കെ മാറിയതിനാൽ തന്നെ ആ വഴി തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരുന്ന വഴിയിൽ വരുന്ന എല്ലാ വാഹനങ്ങളും തന്നെ അമിത വേഗതയിലാണ് കടന്നു വരുന്നത്.